1970-കളോടുകൂടിയാണ് കേരളത്തിൽ നിന്ന് മലയാളികൾ ഗൾഫിലേക്കുള്ള തൊഴിൽപരമായ കുടിയേറ്റം നടത്തുന്നത്. ഈ കൂട്ടരെ പ്രവാസികൾ എന്ന വാക്കുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കാറുണ്ട്. പ്രവാസികളുടെ പല സ്വഭാവവിശേഷങ്ങളും പിൻപറ്റാത്തവരാണ് ഗൾഫിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികൾ. അവർ തൊഴിൽപരമായ ആവശ്യത്തിന് വേണ്ടി പോയവരാണ് എന്നുള്ളത് മാത്രമല്ല, അവർ പലപ്പോഴും തിരിച്ചു വരാൻ കാത്തിരിക്കുന്നവരാണ്. സാധിക്കുമെങ്കിൽ വർഷത്തിലൊരിക്കൽ തിരിച്ചു വരാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രവാസികൾ എന്ന വാക്കിനേക്കാളും കൂടുതലായി നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കുക ഗൾഫുകാർ എന്നുള്ള വാക്കിൽ നിന്നാണെന്ന് തോന്നുന്നു. സാധാരണ ആളുകളും ഇവരെ ഗൾഫുകാർ, ഗൾഫുകാരൻ, ഗൾഫുകാരി എന്നാണല്ലോ പറയാറുള്ളത്. ഈ ഗൾഫുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ധർമ്മനിർവഹണങ്ങളിൽ, ഫംഗ്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ മക്കളെ വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ രക്ഷാകർതൃത്വത്തെക്കുറിച്ച്. മാതാപിതാക്കളുടെ ധർമ്മനിർവഹണങ്ങളിലൊന്നാണ് രക്ഷാകർതൃത്വം. നാട്ടിലുള്ള ഒരു മാതാവിന് അല്ലെങ്കിൽ പിതാവിന് കുട്ടികളോടൊപ്പം ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, ഒന്നിച്ച് സഹവസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അവരുടെ വളർച്ചയെ, അവരുടെ പഠനത്തെ, അവരുടെ വ്യവഹാരപരമായ പെരുമാറ്റപരമായ കാര്യങ്ങളെയൊക്കെയും തന്നെ ഈ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ഗൾഫുകാർ വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ അവരുടെ മക്കളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല രക്ഷകർത്താക്കളുടെയും ഒരു പ്രശ്നമാണ് അവരും മക്കളും തമ്മിലുള്ള ബന്ധം. അവർക്ക് വർഷത്തിലൊരിക്കലോ ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കലോ മാത്രമേ മക്കളെ നേരിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സെപ്പറേഷൻ, പ്രിലോങ്ഡ് സെപ്പറേഷൻ, വളരെ ദീർഘകാലത്തേക്കുള്ള സെപ്പറേഷൻ മക്കളുമായുള്ള അടുപ്പത്തെയും ബാധിക്കുന്നുണ്ട്. നാട്ടിലുള്ള കുട്ടികൾ ഇവിടുത്തെ സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ച്, പഠിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ കൂട്ടുകാരെക്കുറിച്ച്, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച്, അവരുടെ പരാജയങ്ങളെക്കുറിച്ച് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴിയായിട്ടുള്ള അറിവ് ഈ രക്ഷകർത്താക്കൾക്കില്ല. അച്ഛൻ ഇനി അഥവാ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ, ഗൾഫിൽ നിന്ന് ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, എഴുത്തുകളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുട്ടികൾ അവരുടെ പഠനത്തെക്കുറിച്ചോ അവരുടെ പഠനത്തിലെ ജയപരാജയങ്ങളെക്കുറിച്ചോ തന്നെ പലപ്പോഴും തുറന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായി പല ഗൾഫുകാരും പറയാറുണ്ട്. അവരുടെ പഠനത്തിനാവശ്യമായ തരത്തിലുള്ള ധനസമാഹരണം നടത്തുന്നത്, അവ വിനിയോഗിക്കുന്നതിലൊക്കെയും തന്നെയും നാട്ടിലുള്ള രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ താല്പര്യവും ഗൗരവത്തോടു കൂടിയുള്ള നിലപാടും ഗൾഫുകാർ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ധർമ്മനിർവഹണങ്ങളും നടത്തുന്ന ഗൾഫുകാർക്ക് മക്കളുടെ മേലെ, പ്രത്യേകിച്ച് അവരുടെ പഠന കാര്യത്തിൽ പലപ്പോഴും ഒരു സ്വാധീനമോ മാർഗനിർദ്ദേശം നൽകുന്നതിൽ പങ്കാളിത്തമോ ഇല്ലാതാകാതെ പോകുന്നു. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന അമ്മയ്ക്ക് കുട്ടികളുടെ മേലെ കൂടുതൽ സ്വാധീനവുമുണ്ട്. എന്നാൽ കുട്ടികൾ വളർന്നു വരും തോറും ഈ ഗൾഫുകാരൻ്റെ ഭാര്യയെ അഥവാ കുട്ടികളുടെ അമ്മയെ അവർ പലപ്പോഴും കൂടുതൽ സ്വാധീനിക്കുകയോ അവരുടെ വൈകാരികമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട്, ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ വരെ നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടികൾ അവരുടെ വൈകല്യങ്ങളോ തകരാറുകളോ പരാജയങ്ങളോ ഗൾഫുകാരനിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമവും നടത്തുന്നു. ജയപരാജയങ്ങളിൽ ജയങ്ങൾ പലപ്പോഴും അറിയുകയും പരാജയം അറിയാതെയും പോകുന്നു. അച്ഛനെ ഈ കാര്യം അറിയിക്കണ്ട എന്ന് മക്കൾ പറയുന്നത് കൊണ്ട്, ചിലപ്പോൾ അമ്മ തീരുമാനിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ അറിയാതെയും പോകുന്നു. ഇവിടെയാണ് തങ്ങളുടെ കടമകളൊക്കെയും തന്നെയും നിറവേറ്റപ്പെടുന്ന ഗൾഫുകാരൻ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലക്ക് എടുത്തെറിയപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്നത്. അവധിക്കാലത്ത് ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും മറ്റ് പല ധർമ്മനിർവഹണങ്ങൾക്കും പ്രാധാന്യമുണ്ടാകും. ചിലപ്പോൾ കല്യാണം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മക്കളോടൊപ്പം ഇവർക്ക് അധിക സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ഇനി മക്കളുടെ പഠനകാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തിവരാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് രക്ഷകർത്താക്കളും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഗൾഫുകാരൻ ആ കാര്യത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. അത് ചോദിക്കാതെയാകുന്നു. മക്കളുടെ വ്യവഹാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇടപെടൽ നടത്താതെ പോകുന്നത് അവധിക്കാലം ഇനി പ്രശ്നപൂർണ്ണമാകണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ്. ചിലപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഇത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാക്കാറുണ്ട്.
ഭാര്യയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഭാര്യ ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കും. ഗൾഫുകാരുടെ ഭാര്യമാർ ഈ വേർപിരിഞ്ഞിരിക്കുന്നതിൽ നിന്ന് സ്വയം ശാക്തീകരണം നേടിയിട്ട് രണ്ട് രക്ഷാകർത്താക്കൾ ചെയ്യുന്ന, അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ പല സ്ത്രീകളും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. അവധിക്കാലത്ത് നിന്ന് അച്ഛൻ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് ഭാര്യ ഉണ്ടാക്കി വെച്ച വ്യവസ്ഥക്കെതിരായി തീരുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഗൾഫുകാരൻ ഒരു ധർമ്മസങ്കടത്തിലാണ്. എങ്ങനെയാണ് ഇവർക്ക് രക്ഷാകർതൃത്വം ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുക? ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ നടത്തേണ്ടുന്നത് റിമോട്ട് പാരൻറ്റിംഗ് ആണ്, വിദൂര രക്ഷാകർതൃത്വമാണ്. ഒരു സാധാരണ ഗൾഫുകാരോട് ഈ വിദൂര രക്ഷാകർതൃത്വത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, അവർക്ക് പരിശീലനം നൽകുന്നില്ല. എങ്ങനെയാണ് ഇത് നടത്തേണ്ടതെന്ന് എന്നുള്ളതും അറിയുകയില്ല. ഞാൻ ചില മാർഗനിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഗൾഫുകാരുമായുള്ള സമ്പർക്കം കൊണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുള്ള യാത്രകൾ കൊണ്ട്, ഗൾഫുകാരുടെ കുട്ടികളുമായുള്ള അടുപ്പം കൊണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കും കൗൺസിലർ എന്നുള്ള നിലക്കും ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. എല്ലാവർക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരേപോലെ ഫലവത്താകണമെന്നില്ലെങ്കിൽ തന്നെയും ചിലർക്കെങ്കിലും ഇത് ഉപകരിക്കാമെന്നുള്ളത് കൊണ്ട്, ഒന്ന്, രക്ഷകർത്താവ് എന്നുള്ള നിലക്ക് കുട്ടിയുടെ പഠനത്തിൽ ആദ്യം തൊട്ട് തന്നെ ബന്ധം വെച്ച് പുലർത്തേണ്ടതുണ്ട്. 1ാം ക്ലാസ് തൊട്ട് തന്നെ, അല്ലെങ്കിൽ LKG ക്ലാസ് തൊട്ട് തന്നെ ബന്ധം വെച്ച് പുലർത്തേണ്ടത്. ഇത് മധ്യവർത്തികളെ വെച്ചാകരുത്. ഭാര്യയിലൂടെ മക്കളുടെ പഠനകാര്യം അറിയുക എന്നുള്ളതിലും പ്രധാനം മക്കളോട് നേരിട്ട് തന്നെ രക്ഷകർത്താവ് സംസാരിക്കുക എന്നുള്ളതാണ്. പഠനകാര്യങ്ങൾ സൂക്ഷ്മമായ തലങ്ങളിൽ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കുട്ടികളോട് ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ കഴിയുന്നതും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലെങ്കിലും സംസാരിക്കേണ്ടതുണ്ട്. സ്കൈപ്പ്, ഫേസ് ടൈം തുടങ്ങിയവ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സ്നേഹത്തോടു കൂടി ആയിരിക്കണം ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും, നല്ല ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കേണ്ടതും. കുട്ടികൾക്ക് കുറ്റപ്പെടുത്താനോ കുട്ടികൾക്ക് ശിക്ഷ നൽകാനോ കുട്ടികളെ ഭീഷണിപ്പെടുത്താനോ ആകരുത് ഇത്തരത്തിലുള്ള ആശയ വിനിമയം നടത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ദൂരത്ത് നിന്ന് ശിക്ഷിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളിൻ്റെ വാക്കിന് വിലയില്ലാതായി തീരുന്നു എന്നുള്ളത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. വളരെ സൗഹാർദ്ദത്തോടുകൂടെ കുട്ടികളോട് സംസാരിക്കുകയും കുട്ടികളെ മനസ്സിലാക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടേണ്ടിടത്ത് ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങളിൽ എങ്ങനെയെല്ലാമാണ് സഹായിക്കേണ്ടത് എന്നുള്ളത് ഭാര്യയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഭൗതിക താല്പര്യങ്ങളിൽ ഫിസിക്കൽ മെറ്റീരിയൽ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രം സാമൂഹികവും മാനസികവുമായ തലങ്ങളിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നില്ല രക്ഷകർത്താവ്. അതുകൊണ്ട് തന്നെ ഭാര്യയോട് ആലോചിച്ച് ഒന്നിച്ചുള്ള തീരുമാനങ്ങളായിരിക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എടുക്കേണ്ടത്. കുട്ടികളുടെ അധ്യാപകരുമായുള്ള ബന്ധം വെച്ച് പുലർത്തേണ്ടതുണ്ട്. ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഈ സ്കൂളിലുള്ള അധ്യാപകരുമായി, പ്രത്യേകിച്ച് കുട്ടികളുടെ ക്ലാസ് ടീച്ചറുമായിട്ടുള്ള ബന്ധം ഈ രക്ഷാകർത്താവ് വെച്ച് പുലർത്തേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും അമ്മ പറയുന്നതും അധ്യാപകനോ അധ്യാപികയോ പറയുന്നതും തമ്മിലുള്ള അന്തരം തിരിച്ചറിയുവാനും സാധിക്കുക, അല്ലെങ്കിൽ സമാനത മനസ്സിലാക്കുവാനും സാധിക്കുക. ഇതിൽ നിന്നുള്ള ചില തീരുമാനങ്ങൾ ഭാര്യയുമായി ആലോചിച്ച് എടുത്തുകൊണ്ടായിരിക്കണം കുട്ടിയുടെ രക്ഷാകർതൃത്വത്തിൽ ഒരു ഗൾഫുകാരൻ ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ എത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ഗൾഫുകാരായ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വിദൂര രക്ഷാകർതൃത്വമാണ് നടത്തുന്നത്, റിമോട്ട് പാരന്റിംഗ് ആണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിമോട്ട് പാരന്റിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച്, പരിമിതിയെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഗൾഫുകാരായ രക്ഷകർത്താക്കൾ ഇന്നും വളരെ സൂക്ഷ്മമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയം പഠിച്ചതുകൊണ്ടോ പഴിചാരിയത് കൊണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യമല്ല. തങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാക്കണം എന്നുള്ളത് വിദൂരദേശത്തിരിക്കുന്ന ഓരോ രക്ഷകർത്താവും ആലോചിക്കേണ്ടതുണ്ട്. ഗൾഫിലിരുന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഭാര്യയെ പഴിചാരുകയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കുറ്റപ്പെടുത്തുകയോ കുട്ടികളെ തന്നെ ശിക്ഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തതുകൊണ്ട് പരിഹാരം കാണാനാകുന്നില്ല. മറിച്ച് കുട്ടികളുടെ അധ്യാപകരുമായുള്ള ബന്ധം, ഭാര്യയുമായുള്ള ബന്ധം, അതിൽ നിന്ന് പരിഹാരത്തിനായുള്ള ഒന്നിച്ചുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അഥവാ തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ
വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, പഠന കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് പുലർത്താൻ നിങ്ങൾക്ക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ്. പ്രശ്നം വളരെ സങ്കീർണമായി തീരുന്നതിനേക്കാൾ ഉത്തമം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വിദഗ്ധരുടെ, കൗൺസിലറുടെയോ മനഃശാസ്ത്രജ്ഞരുടെയോ സഹായം തേടിക്കൊണ്ട് മക്കളുടെ പഠന കാര്യത്തിൽ ശ്രദ്ധ വെക്കുകയാണ് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. ആത്മവിശകലനം നടത്തുകയും തിരുത്തലുകൾ നടത്തേണ്ടടുത്ത് തിരുത്തലുകൾ നടത്തുകയും മാറി നിന്ന് രക്ഷകർതൃത്വം നിർവഹിക്കുന്ന പദ്ധതിയിൽ വളരെ ഫലവത്തായ രീതിയിൽ, പ്രയോജനപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്. സ്വാഭാവികമായും ഇത് പലരും അവരുടെ അനുഭവ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ഗൾഫുകാരോട് അവരുമായുള്ള ബന്ധം, അവരുടെ പ്രശ്ന പരിസരങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, അധ്യാപകൻ എന്നുള്ള നിലക്കും കൗൺസിലർ എന്നുള്ള നിലക്കും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നന്ദി.